ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. 2025 മെയ് 3 നടന്ന 22 ലക്ഷം വിദ്യാർത്ഥികൾ എഴുതിയ ദേശീയ മെഡിക്കൽ പ്രവേശന പരീക്ഷ ചോദ്യപേപ്പർ ചോർന്ന കാരണത്താൽ നടത്തിപ്പ് സ്ഥാപനമായ ദേശീയ പരീക്ഷാ ഏജൻസി പരീക്ഷ റദ്ദാക്കിയതായി അറിയിച്ചു. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി NTA എന്ന സംവിധാനം രൂപവൽക്കരിച്ച കാലം മുതൽ വിവാദങ്ങളുടെ നിഴലിലാണ്. 2017, 2021, 2024 ചോദ്യപേപ്പർ ചോർച്ചയും ക്രമക്കേടുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും തിരുത്തലുകൾ വരുത്താൻ അധികൃതർ തയ്യാറായില്ല. ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗം ഇന്നേവരെ നേരിട്ടിട്ടില്ലാത്ത വലിയൊരു ധാർമ്മിക തകർച്ചയിലൂടെയാണ് കടന്നുപോകുന്നത്. യഥാർത്ഥ ചോദ്യങ്ങൾ ഒരു മാസത്തിന് മുമ്പേ ഗസ് പേപ്പർ എന്ന പേരിൽ വിപണിയിൽ ലഭ്യമായിരുന്നു എന്ന വാർത്ത ഞെട്ടിപ്പിക്കുന്നതാണ്. വിവിധ വിദ്യാഭ്യാസ ബോർഡുകളും യൂണിവേഴ്സിറ്റികളും PSCയും ഒക്കെ നടത്തുന്ന വിവിധ പരീക്ഷകളുടെ ചോദ്യപേപ്പർ ചോർന്നതിനെ തുടർന്ന് പരീക്ഷകൾ റദ്ദാക്കിയിട്ടുണ്ട്. ഉത്തർപ്രദേശിൽ സംസ്ഥാനത്തെ പോലീസ് കോൺസ്റ്റബിൾ റിക്രൂട്ട്മെന്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതിനെ തുടർന്ന് 2024 പരീക്ഷ റദ്ദാക്കി. ഒഡീസയിൽ പോലീസ് SI റിക്രൂട്ട്മെന്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർന്നതിനെ തുടർന്ന് പരീക്ഷ റദ്ദാക്കി. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് 2020 BSc നഴ്സിംഗ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതായി കണ്ടെത്തിയതിനെ തുടർന്ന് പരീക്ഷ റദ്ദാക്കി. ചോദ്യപേപ്പറിന്റെ രഹസ്യവും സുരക്ഷിതത്വവും നഷ്ടപ്പെട്ടാൽ പരീക്ഷയ്ക്ക് എന്ത് പ്രസക്തി? സഹോദരന്മാരെ, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ജീവിതമാകുന്ന പരീക്ഷ എഴുതുന്നവരാണ്. ഈ പരീക്ഷയിൽ സുകൃതം ചെയ്യുന്നവരും വികൃതി കാണിക്കുന്നവരെയും തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹുവിനെ അനുസരിക്കുന്നവരെയും ധിക്കരിക്കുന്നവരെയും തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറ. കൂടിച്ചേർന്നുണ്ടായ ഒരു ബീജത്തിൽ നിന്ന് തീർച്ചയായും നാം മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നു, അവനെ നാം പരീക്ഷിക്കുവാനായിട്ട്. അങ്ങനെ അവനെ നാം കേൾവിയുള്ളവനും കാഴ്ചയുള്ളവനുമാക്കിയിരിക്കുന്നു. ഖുർആനിലെ 76-ാമത്തെ അധ്യായം സൂറത്തു ദഹ്റിലെ 2-ാമത്തെ സൂക്തം. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നിങ്ങളിൽ ആരാണ് കൂടുതൽ നന്നായി പ്രവർത്തിക്കുന്നവർ എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടി മരണവും ജീവിതവും സൃഷ്ടിച്ചവനാകുന്നു അവൻ. ഖുർആനിലെ 67-ാമത്തെ അധ്യായം സൂറത്തുൽ മുൽക്കിലെ 2-ാമത്തെ സൂക്തം. ഈ പരീക്ഷ കണ്ടിന്യൂസ് ഇവാലുവേഷനാണ്. 7 ദിവസവും 24 മണിക്കൂറും അവൻ ചെയ്യുന്നതും പറയുന്നതുമായ എല്ലാ കാര്യങ്ങളും പരീക്ഷയുടെ ഭാഗമായി രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. മരണത്തോടെയാണ് ഈ പരീക്ഷ അവസാനിക്കുന്നത്. പരീക്ഷ എഴുതുമ്പോൾ ടെക്സ്റ്റ് ബുക്ക് നോക്കി പരിശോധിച്ച് ശരിയായത് തെരഞ്ഞെടുത്ത് എഴുതാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. സിലബസ് വായിക്കാതെ എക്സാം എഴുതി ഉത്തരം തെറ്റിയിട്ടുണ്ടെങ്കിൽ മരണത്തിന് മുമ്പ് എപ്പോഴും ആൻസർ ഷീറ്റിൽ മാറ്റം വരുത്താം. അതായത് തൗബയും ഇസ്തിഗ്ഫാറും കൊണ്ട് തെറ്റുകൾ തിരുത്താം. ഓരോ ദിവസവും ഏത് സമയത്തും അവൻ എഴുതിയ ഉത്തരം ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കാം. ഹാസിബു ഖബല അൻ തുഹാസിബു. നീ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് സ്വയം വിചാരണ ചെയ്യപ്പെടുക. പരീക്ഷ എഴുതുന്ന ഓരോ മനുഷ്യനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില ചോദ്യങ്ങൾ അള്ളാഹു മുൻകൂട്ടി ഓരോരുത്തർക്കും നൽകിയിട്ടുണ്ട്. അത് പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നതല്ല, മറിച്ച് എല്ലാവരും വൈവക്കായി ഒരുങ്ങുവാൻ അള്ളാഹു നൽകിയിരിക്കുന്ന ചോദ്യപേപ്പറാണ്. ഒബ്ജക്റ്റീവ് ടൈപ്പല്ല, മറിച്ച് ജീവിതത്തെ മുച്ചൂടും വിശദീകരിച്ച് എഴുതേണ്ട രൂപത്തിലുള്ള ചോദ്യമാണത്. പ്രധാനപ്പെട്ട 5 ചോദ്യങ്ങൾ സിലബസ് നോക്കി പഠിച്ച് പ്രായപൂർത്തിയായത് മുതൽ എഴുതേണ്ട ഉത്തരങ്ങൾ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലാ തസൂലു ഖദമ ഇബ്ന ആദമ യൗമൽ ഖിയാമത്തി അത്താ യുസ്അല അൻ ഖംസിൻ അൻ ഉംരിഹി ഫീമാ അഫ്നാഹു വ അൻ ശബാബിഹി ഫീമാ അബ്ലാഹു വ അൻ മാലിഹി മിൻ ഐന ഇക്തസബഹു വ ഫീമാ അൻഫഖഹു വമാദാ അമില ഫീമാ അലിമ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 5 കാര്യങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടാതെ അന്ത്യദിനത്തിൽ മനുഷ്യന്റെ കാലുകൾ മുന്നോട്ട് നീങ്ങുകയില്ല. ആയുസ് എന്തിൽ വിനിയോഗിച്ചു, യുവത്വം എന്തിൽ കഴിച്ചു, സമ്പത്ത് എവിടെ നിന്ന് സമ്പാദിച്ചു, അതെന്തിൽ ചെലവഴിച്ചു, അറിഞ്ഞതുകൊണ്ട് എന്ത് പ്രവർത്തിച്ചു. സിലബസിൽ പെടാത്തതോ അവ്യക്തതയുള്ളതോ ആയ ചോദ്യമില്ല. മറ്റുള്ളവരെക്കുറിച്ച് ചോദ്യമില്ല. എല്ലാം സ്വന്തത്തെപ്പറ്റി. ഉത്തരത്തിൽ അവ്യക്തതയോ സംശയമോ ഉണ്ടെങ്കിൽ പ്രമാണങ്ങൾ പരിശോധിക്കാം. വ്യക്തമല്ല എങ്കിൽ അറിയുന്നവരോട് ചോദിക്കാം. അങ്ങനെ ചോദിച്ചും അറിഞ്ഞും പഠിച്ചും ആലോചിച്ചും ഉത്തരമെഴുതണം. പരീക്ഷയ്ക്ക് പ്രത്യേകം അപേക്ഷ ഫീസില്ല, ലിംഗവ്യത്യാസമില്ല. മതവർണ്ണ വർഗ ദേശ ഭാഷകൾക്ക് അതീതമായി എല്ലാ മനുഷ്യരും എഴുതുന്ന പരീക്ഷ. മനുഷ്യോൽപത്തി മുതൽ തുടങ്ങിയ പരീക്ഷ അന്ത്യനാൾ വരെ നിലനിൽക്കും. ഓരോരുത്തരുടെ മരണമാണ് അവരുടെ പരീക്ഷയുടെ ലാസ്റ്റ് ബെൽ. മരണത്തോടെ ഓരോരുത്തരുടെയും പരീക്ഷ പേപ്പറുകൾ അവരിൽ ബന്ധിക്കപ്പെടും. സ്വഹീഫത്തുൽ അമാൽ, കർമ്മങ്ങളുടെ ഏടുകൾ. ആ കർമ്മരേഖകൾ പരിശോധിച്ച് പരീക്ഷാർത്ഥിയെ ബോധ്യപ്പെടുത്തി ജയാപജയങ്ങൾ തീരുമാനിക്കുന്നു. ഫമൻ സൂസിയ അനിൻ നാരി വദഖലൽ ജന്ന ഫഖദ് ഫാസ്. ആരെങ്കിലും നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്താൽ വിജയിച്ചു. ആ വിചാരണയിൽ പാസ്സാകുന്നവൻ ചോദ്യം ശരിക്ക് മനസ്സിലാക്കി ശരിയായ ഉത്തരം തിരഞ്ഞെടുത്തവനാകുന്നു. അവനാണ് യഥാർത്ഥ വിജയി. അങ്ങനത്തെ യഥാർത്ഥ വിജയികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി. എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ
സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക, നേർവഴി. Peace Radio. Tune to reality.